നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ഫീച്ചേഴ്സ് ഉണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കർട്ടിന്. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് ആണ്, സെക്കൻഡ് വൺ ഡ്രോപ്പ് വേസ്റ്റ് ആണ്, മൂന്നാമത്തെ ബോക്സ് പ്ലീറ്റ്സ് ആണ്. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്കർട്ട് ഇലാസ്റ്റിക്, ഡ്രോപ്പ് വേസ്റ്റ്, ബോക്സ് പ്ലീറ്റഡ് സ്കർട്ട് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ബോക്സ് പ്ലീറ്റ്സ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഡ്രോപ്പ് വേസ്റ്റ് ആയിട്ടുള്ള സ്കർട്ട് എങ്ങനെ ചെയ്യേണ്ടത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്കർട്ടിൻ്റെ പാറ്റേൺ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇതാണ് സ്കർട്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. മുകളിൽ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കുലർ പീസ് ഉണ്ടായിരിക്കും. അതിൽ ചെറിയൊരു ഇത്രയും ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. അതൊരു 1.5 ഇഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. താഴത്തെ സ്കർട്ട് പോർഷൻ, അതായത് ബോക്സ് പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ഇഞ്ച്, വേസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് താഴെയായിട്ടാണ്. ഓക്കെ, സോ ഈ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതർ ഇറ്റ് ക്യാൻ ബി എ ബോക്സ് പ്ലീറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി സിംഗിൾ പ്ലീറ്റ്സ്, ഒരേ ഡയറക്ഷനിൽ പോകുന്ന പ്ലീറ്റ്സ് ആവാം, മേ ബി എ ഗ്യാദറിങ്സ്. അത് വേണമെങ്കിൽ നമുക്കവിടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം മുകളിലുള്ള ഈ റെക്റ്റാങ്കുലർ പീസ്, അതിന് എത്ര വിഡ്ത്ത്, ഫാബ്രിക് എത്ര ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 4 ഇഞ്ചാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് വേസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് താഴെ. അപ്പോൾ എലാസ്റ്റിക് ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് എലാസ്റ്റിക് അതിൽ വരുന്നുണ്ട്. അപ്പം എലാസ്റ്റിക്കിൻ്റെ കേസിങ് ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ആവശ്യമാണ്. പിന്നെ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നിടത്ത് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വരും. അങ്ങനെ എല്ലാം കൂടി 6.5 ഇഞ്ച് ഫാബ്രിക് വിഡ്ത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ചെയ്യുന്നത് ഷോർട്ട് സ്കേർട്ടാണ്. ലോങ് സ്കേർട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി എനിക്ക് ഭംഗി തോന്നിയ ഷോർട്ട് സ്കേർട്ടാണ്. ഇനി എത്ര ലെങ്ത്ത് വേണമെന്ന് നമുക്ക് നോക്കാം. വേസ്റ്റ് റൗണ്ട് +10. അപ്പോൾ പറയാൻ മറന്നുപോയി, ഒരു സ്കേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ടും 2 മെഷർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്. ഒന്ന് വേസ്റ്റ് റൗണ്ട്, പിന്നെ ടോട്ടൽ ലെങ്ത്ത്, അതായത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് വേസ്റ്റിന് ചുറ്റും ടേപ്പ് ഹോൾഡ് ചെയ്യുക, അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റും വേസ്റ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഒരു 1 ഫിംഗർ ലൂസ് കൊടുത്താൽ നിങ്ങൾക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടും. സോ ദാറ്റ് ഗിവ്സ് യു 21 + 10 = 31 ഇഞ്ചസ്. ഓക്കെ, ദിസ് ഈസ് ഇൻക്ലൂഡിങ് 1 ഫിംഗർ ലൂസ്. ഇനി അടുത്തത് 31 ഇഞ്ച് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് സ്കേർട്ട് പോർഷനാണ്. ഈ സ്കേർട്ട് പോർഷനിൽ നമ്മൾ എത്ര വേണം, അതായത് എത്രമാത്രം വിഡ്ത്ത് വേണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചസ് ആണ് പ്ലസ് സീം അലവൻസ്. സീം അലവൻസ് എന്ന് പറയുന്നത് എത്രയാണോ നീളം ഉള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് കറക്റ്റ് 10 ഇഞ്ചസിൽ വെച്ചിട്ട് നമ്മൾ അതങ്ങ് മടക്കി അടിക്കും എക്സ്ട്രാ ഉള്ളത്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചസ് ആണ് സ്കേർട്ടിൻ്റെ. അതിൽ മുകളിൽ 4 ഇഞ്ചസ് പോയി കഴിഞ്ഞാൽ ബാക്കി 10 ഇഞ്ചസ്. ഇനി സ്കേർട്ടിൻ്റെ ഈ പട്ട, അതായത് ആ റെക്റ്റാങ്കുലർ പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാനലിന് ആവശ്യമുള്ള ഫാബ്രിക് എത്രയാണോ അത് ആദ്യം കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാനൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം, പക്ഷേ മേക്ക് ഷുവർ രണ്ടും 2 പീസാണ്. സൈഡിൽ നിങ്ങൾക്ക് ആ ജോയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു സിംഗിൾ പീസായിട്ട് ഒരു സിംഗിൾ ജോയിൻറ്റ് വരത്തക്ക രീതിയിൽ നിങ്ങൾ സ്കേർട്ട് കട്ട് ചെയ്ത് എടുക്കരുത്. ബിക്കോസ് എപ്പോഴും 2 പാനൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി സ്കേർട്ടിന് വരിക. അപ്പോൾ 31 / 2 15.5 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിന് റൗണ്ട് ചെയ്യാനായിട്ട് 16 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. എൻ്റെ നീളം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ പീസിൻ്റെ നീളം 16 ഇഞ്ചസ് ഞാൻ എടുക്കുകയാണ്. ഫ്രണ്ട് പാനൽ മാത്രമാണ്, അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ സെപ്പറേറ്റ് ആയിട്ട് 2 പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. വീതി അറിയാലോ, 6.5 ഇഞ്ചസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് 1.5 ഇഞ്ച് എലാസ്റ്റിക്കിന് 1.5 ഇഞ്ച് തന്നെയാണ് കേസിങ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 1.5 ഇഞ്ച് + 1/8 മാക്സിമം. അല്ലാതെ കേസിങ് ഒരുപാട് വലുതാക്കി സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടു കാണും. അപ്പോൾ അത് വഴിയെ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 2 പട്ട റെക്റ്റാങ്കുലർ പീസസ് ഫ്രണ്ട് പാനലിലും ബാക്ക് പാനലിലും ഉള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 ഇഞ്ച്
ബാക്കിയുള്ള മുഴുവൻ ഫാബ്രിക്കും എടുക്കുകയാണ് കേട്ടോ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് 32 ഇഞ്ചസ് ആണ്. നീളം റിക്വയർഡ് എത്രയാണ് 10 ഇഞ്ചസ് മതി. ബാക്കിയുള്ളത് മടക്കി അടിച്ച് 10 ഇഞ്ചസിലേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ബോക്സ് പ്ലീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് പാനലും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്കും കൂടി ആ മാർക്കിങ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. അല്ലെങ്കിൽ വീണ്ടും ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് മാർക്ക് ചെയ്ത ശേഷം ബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും കുറച്ചും കൂടെ. അതിനുശേഷം 2 പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത് എപ്പോഴും എന്താ പറയുക, ഫ്രോക്ക് ആണെങ്കിലും അതെ, സ്കേർട്ട് ആണെങ്കിലും അതെ, 2 പീസായിട്ട് എപ്പോഴും ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ബോക്സ് പ്ലീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ബോക്സ് പ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം 2 ഇഞ്ച് വിടുക. എന്നിട്ട് മൂന്നാമത്തെ ആ ഒരു ഇഞ്ചിൻ്റെ ഉണ്ടല്ലോ അവിടെ ഒരു പ്ലീറ്റ് ഫോം ചെയ്യുക. അതിനുശേഷം 2 ഇഞ്ച് വിടുക. ഇവിടെ ബോക്സ് പ്ലീറ്റ്സ് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ഇഞ്ച് വൈഡായിട്ടുള്ള ബോക്സ് പ്ലീറ്റ്സ് ആണ്. അത് കഴിഞ്ഞുള്ള 1 ഇഞ്ചിൽ നിന്ന് എടുത്ത് വീണ്ടും പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടാമത് നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ബോക്സ് പ്ലീറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞു. ഇനി അടുത്ത ബോക്സ് പ്ലീറ്റ് ഉണ്ടാവുക. ഇങ്ങനെ മടക്കുക, പിൻ ചെയ്ത് കൊടുക്കുക, വീണ്ടും 2 ഇഞ്ച് വിടുക. അതിനുശേഷം പിന്നെ വരുന്ന 1 ഇഞ്ചിൽ നിന്ന് അടുത്ത പ്ലീറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എപ്പോഴും പിൻ ചെയ്ത് കൊടുക്കുന്ന കുറച്ചും കൂടെ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. ഓക്കെ, അടുത്ത ബോക്സ് പ്ലീറ്റ് ഉണ്ടാക്കി പിൻ ചെയ്തു. വീണ്ടും 2 ഇഞ്ച് വിട്ട് കൊടുത്തു. വീണ്ടും അടുത്ത 1 ഇഞ്ചിൽ നിന്ന് അടുത്ത പ്ലീറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ്സ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തമിഴ് മൂവീസിൽ നായികമാരൊക്കെ ഈ ധാവണി സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ ഈ പാറ്റേൺ, അതായത് സ്കേർട്ട്, ഫുൾ സ്കേർട്ട് തയ്ച്ചത് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ല സ്റ്റൈലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ മോൾക്ക് തയ്ച്ചു നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ധാവണിക്കാണ് അത് കുറച്ചും കൂടി ഭംഗി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഫുൾ സ്കേർട്ട് ഈ ഇതിൽ തയ്ക്കുന്നത്, ഈ പാറ്റേൺ യൂസ് ചെയ്ത് തയ്ക്കുന്നത്. പക്ഷേ ഷോർട്ട് സ്കേർട്ട്സ് ഈ പാറ്റേണിൽ നല്ല ഭംഗിയാണ്. ലോങ് സ്കേർട്ടിനെക്കാട്ടിലും ഭംഗി ഷോർട്ട് സ്കേർട്ടാണ്. ലോങ് സ്കേർട്ട് ധാവണിയുടെ ഇതിന് മാത്രമാണ് ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. ആ ഓരോ ഇഞ്ചും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എത്ര ഫാബ്രിക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 1 ഇഞ്ചിൽ നിന്ന് ആദ്യത്തെ പ്ലീറ്റ് എടുത്തു, ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ 2 ഇഞ്ച് നമ്മൾ വെറുതെ വിട്ടു. ഓക്കെ, 1 + 2 3. പിന്നെ അടുത്ത 1 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ആ പ്ലീറ്റ് എടുത്തത്. 1 + 2 + 1 4 ഇഞ്ചസ്. 4 ഇഞ്ച് ആണ് നമ്മൾ ഫാബ്രിക് ഇവിടെ ഉപയോഗിക്കുന്നത്. 4 ഇഞ്ച് ഫാബ്രിക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ബോക്സ് പ്ലീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് എത്ര ഇഞ്ച് വൈഡാണ്? 32 ഇഞ്ച് വൈഡാണ്. ഓക്കെ, 32 ഇഞ്ച് ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ബോക്സ് പ്ലീറ്റ് ഉണ്ടാക്കാൻ പറ്റും? ഒരു ബോക്സ് പ്ലീറ്റ് 4 ഇഞ്ചാണ്. അപ്പോൾ 32 / 4, അതായത് 32 / 4 gives you 8. അപ്പോൾ 8 പ്ലീറ്റ്സ് നമുക്ക് 32 ഇഞ്ച് വൈഡ് ഫാബ്രിക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ഈ ബോക്സ് പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റെക്റ്റാങ്കുലർ പീസ് ഉണ്ടല്ലോ, മുകളിലത്തെ ആ പട്ട, അതൊന്ന് വെച്ച് നോക്കുക എക്സാക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആക്ച്വലി ഇതിനൊരു ഫോർമുലയുണ്ട്. നമുക്ക് എത്ര, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് എത്രയാണോ അതിന് അനുസരിച്ച് ബോക്സ് പ്ലീറ്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള തുണി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഫോർമുല ഫർദർ നിങ്ങൾ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ എക്സാക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സാക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ, അതുകൊണ്ടാണ് എക്സാക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു പ്ലീറ്റഡ് സ്കേർട്ടിന് 8 പ്ലീറ്റ്സ് ഉണ്ട് നമ്മളുടെ. അപ്പോൾ മൊത്തം പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എത്ര വരും?
8 × 2 16, കാരണം ഒരു ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ്. അങ്ങനത്തെ 8 പ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് വന്നല്ലോ, കറക്റ്റ് മാച്ചിങ് ആയിട്ട് വന്നു. ഇതാണ് ബോക്സ് പ്ലീറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് വൺസ് അഗെയിൻ. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഫ്രണ്ട് പാനൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലത്തെ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽസ് റെഡിയാണ്. വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ റൈറ്റ് ഓൺ റൈറ്റ് വെച്ചിട്ട് സൈഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ്സ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ജോയിൻറ്റ്സ് എക്സാക്റ്റ് ആയിട്ട് വെക്കുക. കറക്റ്റ് ആ ഒരു സിംഗിൾ ലൈനിൽ വരുന്ന രീതിയിൽ ജോയിൻറ്റ്സ് വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ഏറ്റക്കുറച്ചിൽ വന്നാലും നിങ്ങൾ പേടിക്കേണ്ട, കാരണം അവിടെ എന്തായാലും മടക്കിയടിക്കേണ്ട ആവശ്യം വരും. കാരണം മുകളിൽ കേസിങ് ഉണ്ടാക്കണം, താഴെയാണെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ലെങ്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി മടക്കിയടിക്കേണ്ട ആവശ്യമുണ്ട്. സോ ജോയിൻറ്റ്സ് എപ്പോഴും കറക്റ്റായിട്ട് വയ്ക്കുക, കാരണം അത് പുറത്തേക്ക് കാണുന്ന ജോയിൻ്റ് ആണ്. പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ലോക്ക് ചെയ്യണം. അപ്പോൾ 2 ഗുണമാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ളത്. ഒന്ന്, ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, ഈ ഫ്രിൽസൊക്കെ കൊച്ചിൻ്റെ ദേഹത്തൊന്നും കൊള്ളുമൊന്നുമില്ല. അപ്പോൾ അത് ഫ്രോക്കിനാണെങ്കിലും സ്കേർട്ടിനാണെങ്കിലും നിങ്ങൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കുട്ടിക്ക് ഒരുപാടൊരു കംഫർട്ടബിളായിട്ട് ഇടാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇത് ഇങ്ങനെ അറ്റം കണ്ടോ, ഈ സ്കേർട്ടിൻ്റെ താഴത്തെ ഏറ്റവും പോർഷനാണത്. അത് 2 ലെവലിലാണ് നിൽക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഇഞ്ച് ലൈൻസ് ഉപയോഗിക്കുക. നമ്മുടെ മെഷീനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇഞ്ച് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം അത് റെഫറൻസ് ആക്കി വെച്ചിട്ട് എക്സ്ട്രാ എത്ര ഫാബ്രിക് ഉണ്ടെന്ന് വെച്ചാൽ അത് മടക്കിയടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ എടുത്തല്ലോ, വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചസ് ആണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ അത് 1 ഫിംഗർ ലൂസ് കൊടുത്തിട്ടാണ് 21 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചസ് ആണ്. അപ്പോൾ എലാസ്റ്റിക് കട്ട് ചെയ്യുന്ന സമയത്ത് 20 ഇഞ്ചസിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ മാത്രം കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾക്ക് എലാസ്റ്റിക് എന്ന് പറയുന്നത് ചിലർക്ക് ടൈറ്റായിരിക്കണം ഇഷ്ടമായിരിക്കും, പക്ഷെ ചിലർക്ക് അത് ജസ്റ്റ് ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കിടക്കാൻ മാത്രമേ പാടുള്ളൂ. സ്കേർട്ട് എന്ന് പറയുന്നത് ടൈറ്റ് ആവാൻ പാടില്ല. പിന്നെ അടുത്തത് കേസിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, അതിനുശേഷം ഒരു 1.5 ഇഞ്ച് + 1/8 മടക്കിയടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേസിങ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലൊരു ഹോൾ മാത്രം ബാക്കി വയ്ക്കുക, അതിൽ കൂടെ എലാസ്റ്റിക് കയറ്റുക. എലാസ്റ്റിക് കയറ്റുമ്പോൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് കയറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റേ അറ്റം വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് ക്ലോത്തിനോട്, അതായത് ആ തുണിയോട് തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 2 എലാസ്റ്റിക്കുകളും കൂടി. ഇതിപ്പോൾ കണ്ടോ, എലാസ്റ്റിക് വളരെ ടൈറ്റായിട്ടാണ് ഉള്ളിലേക്കൂടെ കയറി പോകുന്നത്. ഇനി കേസിങ് ലൂസ് ആയിട്ട് മതി. അതെന്ന് പറഞ്ഞാലിപ്പം കറക്റ്റ് നല്ല ടൈറ്റായിട്ട് എലാസ്റ്റിക് ഉള്ളിൽ കൂടെ പോകണേ. അതുകൊണ്ട് ഇപ്പോൾ തുണി വലിച്ചാലും അത് എന്താ പറയുക, അത് കയറണില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണതാണ് കുറച്ചും കൂടെ ഭംഗി. അല്ലെങ്കിൽ കേസിങ് വലുതായി പോയി കഴിഞ്ഞാൽ കാര്യം കയറ്റാനൊക്കെ എളുപ്പമാണ് എലാസ്റ്റിക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഇങ്ങനെ ഓടിക്കളിക്കും അതിൻ്റെ മുകളിൽ കൂടെ, അത് കാണാനൊരു ഭംഗിയില്ല. കാര്യം അത് നമുക്ക് സോൾവ് ചെയ്യാൻ ടിപ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എലാസ്റ്റിക് 2 ഇത് കണ്ടോ, നമ്മളത് പ്രോപ്പറായിട്ട് പിന്നൊക്കെ കുത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇതുപോലെ കയറിപ്പോവും. അത് ഭയങ്കര തലവേദനയാണ്. വീണ്ടും കണ്ടോ എന്തുമാത്രം എഫേർട്ട് ഉണ്ടെന്ന് അറിയാമോ. സോ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങൾ പിന്നെ ഒന്നുകിൽ 2 എൻഡ്സും കൂടി പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ക്ലോത്തിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡഡ് പിൻസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു പാറ്റേൺ ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ദുപ്പട്ട ഉണ്ട്, വീതി കുറവാണ് പക്ഷെ നല്ല നീളമുണ്ട്, അപ്പം ഒരുപാട് ജോയിൻസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് സ്കേർട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വീതി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നീളം കിട്ടുമല്ലോ നമ്മൾ ഇതുപോലെ പട്ടയൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈസിയാണിത് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ തയ്ക്കാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്ട് സ്കേർട്ട്സ് ആയിരിക്കും കുട്ടികൾക്ക് ഒന്നും കൂടി ഭംഗി വരിക റാദർ ദൻ ലോങ് സ്കേർട്ട്സ്. ലോങ് സ്കേർട്ട് ആണെങ്കിൽ ഐ തിങ്ക് ധാവണി മോഡൽ ഉടുക്കായിരിക്കും ഭംഗി. ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എലാസ്റ്റിക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ തയ്ച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഡയഗണലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എലാസ്റ്റിക് ഒരിക്കലും വിട്ടുപോരില്ല. വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം. ഇനി എങ്ങാനും കേസിങ് വലുതായി പോയി കഴിഞ്ഞാൽ ഈ തുണി എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ്. നന്നായി എലാസ്റ്റിക് അങ്ങ് വലിച്ചു പിടിക്കുക തുണിയോടുകൂടി. എന്നിട്ട് ആ സെൻറ്റർ പോർഷനിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ടായി കിടക്കുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, തുണിയുടെ കൂടെ ഉണ്ടായിരുന്ന പ്ലീറ്റ്സ്, അതങ്ങനെ തന്നെ സ്റ്റിഫായിട്ട് നിന്നോളും. ആൻഡ് ഇറ്റ് ലുക്ക് അമേസിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലെ ഈ പട്ട ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേസ്റ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബോക്സ് പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി സ്യൂയിങ്.